Hello dear students, the last class we studied about sigma algebra. We found the definition of a sigma algebra, right? That is a collection of subsets of R is called a sigma algebra if it contains R and it contains the complement of each element of the sigma algebra and its countable union. അതായത് സിഗ്മ ആൾജിബ്രയിൽ കുറേ ഇലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കൗണ്ടബിൾ സെറ്റ് ഓഫ് ഇലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിയനും സിഗ്മ ആൾജിബ്രയിൽ ഉണ്ടെങ്കിൽ സോറി ആ കളക്ഷനിലുണ്ടെങ്കിൽ അതിന് സിഗ്മ ആൾജിബ്ര എന്നുണ്ടാവും പറയും. തിരിച്ചാണെങ്കിൽ അതിൻ്റെ കൗണ്ടബിൾ യൂണിയൻ സിഗ്മ ആൾജിബ്രയാണ് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, നമ്മൾ രണ്ട് പ്രോപ്പർട്ടിയൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇനിയൊരു പ്രോബ്ലം, ഇത് അടുത്ത തിയറം നമുക്ക് പ്രൂവ് ചെയ്യാൻ ഈ പ്രോബ്ലം വേണം. ഇത് നിങ്ങളുടെ എക്സസൈസിലെ പ്രോബ്ലമാണ്. If a sigma algebra of subsets of R contains intervals of the form A infinity, then it contains all intervals. അപ്പോൾ എന്താ പറയുന്നത്, ഒരു സിഗ്മ ആൾജിബ്ര എന്ന് പറയുമ്പോൾ തന്നെ അത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് എ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇൻ്റർവെൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ തരത്തിലുള്ള ഇൻ്റർവെൽസും എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആവാം. അപ്പോൾ എ ഇൻഫിനിറ്റി ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു എ വേണം അല്ലേ, മൈനസ് ഇൻഫിനിറ്റി ടു ക്ലോസ്ഡ് അറ്റ് എ വേണം, ക്ലോസ്ഡ് അറ്റ് എ ഓപ്പൺ അറ്റ് ഇൻഫിനിറ്റി വേണം, ഓപ്പൺ ഇൻ്റർവെൽ എ ബി വേണം, ഓപ്പൺ അറ്റ് എ ക്ലോസ്ഡ് അറ്റ് ബി വേണം. ഓപ്പൺ അറ്റ് എ ആണ്. ഇനി എന്തൊക്കെ വേണ്ടേ, ക്ലോസ്ഡ് അറ്റ് എ ഓപ്പൺ അറ്റ് ബി വേണം, ക്ലോസ്ഡ് അറ്റ് എ ബി, അത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇത്രയും തരത്തിലുള്ള ഇൻ്റർവെൽസ് ഉണ്ട് അല്ലേ. അതായത് ഓപ്പൺ ഇൻ്റർവെൽ എ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ സിഗ്മ ആൾജിബ്രയിൽ ഉണ്ടെങ്കിൽ, സിഗ്മ ആൾജിബ്രയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ആർ ഇറ്റ് സെൽഫ് അതിനകത്ത് ഉണ്ടാവണം അല്ലേ, ഏത് എലമെൻ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ കോംപ്ലിമെൻ്റ് ഉണ്ടാവണം, ഒപ്പം കൗണ്ടബിൾ യൂണിയനും അതിനകത്ത് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ആ മൂന്ന് പ്രോപ്പർട്ടി അനുസരിച്ച് എ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് സിഗ്മ ആൾജിബ്രയിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ ഇൻ്റർവെൽസും ഉണ്ടാവും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫോർ ദാറ്റ് വി ആർ കൺസിഡറിങ് സ്ക്രിപ്റ്റ് ബി ആസ് എ സിഗ്മ ആൾജിബ്ര സച്ച് ദാറ്റ് ദിസ് എ ഇൻഫിനിറ്റി ബിലോങ്സ് ടു ബി ഫോർ സം എ ബിലോങ്സ് ടു ആർ. ഓക്കെ, ഫോർ എവറി എ ബിലോങ്സ് ടു ആർ. കൗണ്ടബിൾ യൂണിയൻ എന്നുള്ളതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഞാൻ അടുത്തത് യൂസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ. നമ്മൾ പറഞ്ഞു കൗണ്ടബിൾ യൂണിയൻ ഉള്ള പോലെ തന്നെ ഡി മോർഗൻസ് ലോ അനുസരിച്ച് കൗണ്ടബിൾ ഇൻ്റർസെക്ഷനും സിഗ്മ ആൾജിബ്രയിൽ ഉണ്ടാവും അല്ലേ. നോക്കിയേ, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ഇൻഫിനിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ മൈനസ് 1/n ഇൻഫിനിറ്റി എന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താണ്, ഇത് ഏത് ഇലമെൻ്റ് ആണെങ്കിലും ഓപ്പൺ അറ്റ് സം ഇലമെൻറ്റ്, ഇപ്പോൾ ഇത് ബി ആണെങ്കിൽ ഈ എ മൈനസ് 1/n ബി ആണെങ്കിൽ ഈ ഇലമെൻറ്റ് എവിടെയുണ്ട്, നമ്മുടെ സിഗ്മ ആൾജിബ്രയിലുണ്ട്. അങ്ങനെയുള്ള കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ എവിടെ ഉണ്ടാവും, സിഗ്മ ആൾജിബ്രയിൽ ഉണ്ടാവും. അപ്പോൾ എ മൈനസ് 1/n ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് n കൺവേർജ് ചെയ്യുമ്പോൾ ഈ വാല്യൂ എന്താ വരിക, ഇത് എയിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻറ്റും കൂടി ഇൻക്ലൂഡഡ് ആവും അല്ലേ. അപ്പോൾ ഇത് കിട്ടി, ഈ ഇൻ്റർവെൽ ഉണ്ടെന്ന് കിട്ടി. ഇനി അടുത്തത് രണ്ട് ഇൻ്റർവെൽസിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കാൻ പോവാണ്. നമുക്ക് ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താ വരിക, അപ്പോൾ ഇത് ഇങ്ങനെ റിയൽ ലൈൻ ആണെങ്കിൽ ഈ എ തൊട്ട് ഇൻഫിനിറ്റി വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താ പറയുക, മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഓപ്പൺ അറ്റ് എ അല്ലേ. മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഓപ്പൺ അറ്റ് എ, ദാറ്റ് ബിലോങ്സ് ടു ബി. ഇനി ഇതാ ഇങ്ങനെയുള്ള ഇൻ്റർവെൽസ് മാത്രം ഉണ്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നില്ലേ, എ ഇൻഫിനിറ്റി. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താ വരിക, മൈനസ് ഇൻഫിനിറ്റി ആൻഡ് ക്ലോസ്ഡ് അറ്റ് എ, ദിസ് ബിലോങ്സ് ടു ബി. ഇനി ബാക്കി എല്ലാ ഇൻ്റർവെൽസിനെയും ഈ നാലെണ്ണത്തിൻ്റെ കോമ്പിനേഷനായിട്ടാണ് എഴുതുന്നത്. ഇങ്ങനെ തന്നെ പ്രൂവ് ചെയ്യണമെന്നില്ല, വേറെ രീതിയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത് ആർ ഡിഫറൻസ് മൈനസ് ഇൻഫിനിറ്റി എ യൂണിയൻ ബി. ഇതൊന്ന് ആദ്യത്തെ മാത്രം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെയല്ലേ, ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആണല്ലേ. അപ്പോൾ എന്താ പറഞ്ഞത്, കംപ്ലീറ്റ് റിയൽ ലൈൻ എന്ന് മൈനസ് ഇൻഫിനിറ്റി തൊട്ട്, വേറെ കളറിൽ വരച്ച് നോക്കാം നമുക്ക്, മൈനസ് ഇൻഫിനിറ്റി തൊട്ട് എ വരെയുള്ളത്. അപ്പോൾ ഈ ഇൻ്റർവെല്ലായിട്ടോ ക്ലോസ്ഡ് ഇൻ്റർവെൽ ബി, ബി പറയുന്ന പോയിൻ്റ് ഇവിടെ പോയേ ഇൻഫിനിറ്റി. ഈ രണ്ടെണ്ണം മൈനസ് ചെയ്താൽ ബാക്കി എന്താ നമുക്ക് കിട്ടുക, ഓപ്പൺ ഇൻ്റർവെൽ എ ബി ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും അല്ലേ. അതേപോലെ ഓരോ ഇൻ്റർവെല്ലിനെയും ഈ ആദ്യത്തെ നാലെണ്ണം അല്ലേ, അതായത് മൈനസ് ഇൻഫിനിറ്റിയും എ ബി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻ്റർവെൽ അതിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതിയിരിക്കുകയാണ്. ഈ ആർ മൈനസ് എന്ന് പറയുമ്പോൾ എന്താ വരിക, കോംപ്ലിമെൻ്റ് ആയി അല്ലേ. ഇപ്പോൾ നോക്കിയേ, യൂണിയൻ ഉണ്ട്, അതിൻ്റെ ഒക്കെ കോംപ്ലിമെൻ്റ് ഉണ്ട്. ഇങ്ങനെ കോംപ്ലിമെൻ്റ് എന്ന് എഴുതുന്നതിന് പറഞ്ഞാൽ ആർ ഡിഫറൻസ് എന്ന് എഴുതിയെന്നേ ഉള്ളൂ.
കോംപ്ലിമെൻ്റ് ആയതുകൊണ്ട് ഇതൊക്കെ സിഗ്മ ആൾജിബ്രയിലുണ്ട്. അതായത് എ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ല് സിഗ്മ ആൾജിബ്രയിൽ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ തരത്തിലുള്ള ഇൻ്റർവെൽസ്, ഇപ്പോൾ നമ്മളോട് വേറെ ഒരു എല്ലാ തരത്തിലുള്ള ഇൻ്റർവെൽസും അതിനകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, അതാണ് നമ്മൾ പ്രൊപ്പോസിഷനിൽ മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, now let us prove that every interval is measurable. തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? എ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു ഇലമെൻസിന് ഒരു സിഗ്മ ആൾജിബ്രയിൽ ഉണ്ടെങ്കിൽ അതിൽ ബാക്കി എല്ലാ ഇൻ്റർവെൽസും ഉണ്ടാവും എന്ന് പറയും അല്ലേ. പിന്നെ എന്താ പറഞ്ഞത്? മെഷറബിൾ സെറ്റ്സിൻ്റെ കളക്ഷൻ സിഗ്മ ആൾജിബ്രയാണെന്ന് അറിയാം. അപ്പോൾ ഇത് രണ്ടും കൂടി, ഈ രണ്ട് അറിവുകളും കൂടി വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എവറി ഇൻ്റർവെൽ ഈസ് മെഷറബിൾ എന്ന് പറയുന്നതിന് പകരം എ ഇൻഫിനിറ്റി എന്ന ഫോമിലുള്ള ഓപ്പൺ അറ്റ് എ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇൻ്റർവെല്ല് മെഷറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് എല്ലാ ഇൻ്റർവെല്ലും മെഷറബിൾ ആണ് നമുക്ക് കിട്ടും അല്ലേ. We know that the measurable sets are a sigma algebra, and if a sigma algebra of subsets of R contains interval of the form open at a infinity, interval a infinity, then it contains all intervals. Therefore, to show that every interval is measurable, it is enough to show that every interval of the form of a infinity is measurable. Now we are considering such an interval a infinity open at a for some a belongs to R. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് മെഷറബിൾ ആണെന്നാണ് അല്ലേ. അപ്പോൾ ഈ മെഷറബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പ്രൂവ് ചെയ്യാറ്? സാധാരണ എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ് ഇതല്ലേ പ്രൂവ് ചെയ്യാറ്. ഇവിടെ ഇയുടെ പ്ലേസിൽ എന്താ കിടക്കുന്നത്? എ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അടുത്തത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനുവേണ്ടി ഫോർ എനി സെറ്റ് ഇറ്റ് ഈസ് ട്രൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എനി സെറ്റ് എ കൺസിഡർ ചെയ്തു. ആൻഡ് വി ആർ അസ്യൂമിങ് ദാറ്റ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു എ. അതർവൈസ് റീപ്ലേസ് എ ബൈ എ ഡിഫറൻസ് എ, ലീവിങ് ദ ഔട്ടർ മെഷർ അൺചേഞ്ച്ഡ്. ഓക്കെ, അപ്പോൾ എ ഒരു സെറ്റാണെന്ന് എടുത്തു. എ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സ്മോൾ എ ഒരു 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ക്യാപിറ്റൽ എ കണ്ടെയ്ൻ ചെയ്യുന്നതാവാം ഇല്ലാത്തതാവാം അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് ഒരു 0 2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുമെങ്കിൽ അതിനെ എങ്ങനെ എടുക്കുക? 0 1 യൂണിയൻ 1 2 എന്ന് കൺസിഡർ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ അത് ഡിസ്ജോയിൻ്റ് ആണ്. അങ്ങനെ ആവുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എം സ്റ്റാർ ഓഫ് 0 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ആണ് അല്ലേ, 2 എന്ന് വരും. ഇതിൻ്റെ സം എന്താ വരിക? ഇത് ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ലെങ്ത്തും സെയിം ആണ്. അപ്പോൾ നമുക്കൊരു സെറ്റിനകത്ത് ഇത് ഇൻ്റർവെൽ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സെറ്റുകളുടെ യൂണിയനോ ഒക്കെ ആവാം നമുക്ക്. അപ്പോൾ ഒരു എ എന്ന് പറയുന്നത് എനി സെറ്റ് തന്നെയാണ് വേണ്ടത് നമുക്ക്. പക്ഷേ അങ്ങനെ ആ എ എന്ന് പറയുന്ന എലമെൻറ്റിനകത്ത് നമുക്ക് ആവശ്യമുള്ള, അതായത് ഈ ഓപ്പൺ ഇൻ്റർവെൽ ഓപ്പൺ അറ്റ് എ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ എ എന്നുള്ള പോയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ലീവ് ചെയ്തിട്ട് എ കൺസിഡർ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മെഷർ എന്താവും? ഔട്ടർ മെഷർ എന്താവും? ചേഞ്ച് ആവില്ല. അതായത് മെഷർ ഓഫ് എ എന്ന് പറയുന്നതും ട്രാൻസ്ലേഷൻ ഇൻവേരിയൻ്റ് ആണ് അല്ലേ. അപ്പോൾ എം സ്റ്റാർ ഓഫ് എ ഡിഫറൻസ് എ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഓക്കെ, now we must show that m star of a greater than or equal to m star of a intersection a interval a infinity plus m star of a intersection a infinity complement. ഞാൻ കുറച്ച് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഒരെണ്ണത്തിന് A1 എന്നും അടുത്തതിന് A2 എന്നും വിളിക്കാൻ പോവാണ്. എ ഇൻ്റർസെക്ഷൻ എ ഇൻഫിനിറ്റിനെ A2 എന്ന് കൺസിഡർ ചെയ്തു. എ ഇൻ്റർസെക്ഷൻ എ ഇൻഫിനിറ്റി കോംപ്ലിമെൻ്റ് എന്താ വരിക? എ ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് അറ്റ് എ ഓപ്പൺ അറ്റ് ഇൻഫിനിറ്റി എന്നാണ് വരിക. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് അറ്റ് എ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാലും എ ഇൻ്റർസെക്ഷൻ ഓപ്പൺ അറ്റ് എ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാലും സെയിം ആണ്. കാരണം എന്താ? ഈ സ്മോൾ എ എന്ന് പറയുന്ന പോയിൻ്റ് ക്യാപിറ്റൽ എയിലില്ല അല്ലേ. അപ്പോൾ എനിക്കത് അങ്ങനെ കൺസിഡർ ചെയ്യാം. എ ഇൻ്റർസെക്ഷൻ മൈനസ് ഇൻഫിനിറ്റി ടു എ. ഓക്കെ, സോ ഇത് A1 A2 എന്നൊക്കെ ഡിനോട്ട് ചെയ്ത് എന്താ? ഇറ്റ് ഈസ് ഇനഫ് ടു ഷോ ദാറ്റ് എം സ്റ്റാർ ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് A1 പ്ലസ് എം സ്റ്റാർ ഓഫ് A2. ഇനി ഔട്ടർ മെഷറിൻ്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്? എനെ കവർ ചെയ്യുന്ന എല്ലാ കൗണ്ടബിൾ ബൗണ്ട് ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെയും ഓപ്പൺ കവർ എടുത്തിട്ട് അങ്ങനെയുള്ള എല്ലാ ഓപ്പൺ കവറുകളുടെയും ഓരോ ഇൻ്റർവെൽസിൻ്റെയും ലെങ്ത്ത് സം ചെയ്ത് അതിൻ്റെ ഇൻഫീമം അല്ലേ, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഔട്ടർ മെഷർ ഡിഫൈൻ ചെയ്തത്. m star of a equal to infimum sigma k equal to 1 to infinity length of ik such that
ദിസ് കളക്ഷൻ ഐ കെ ഈസ് ദ കവർ ഓഫ് എ അല്ലേ. അങ്ങനെയുള്ള ഒരു കവറാണ് നമുക്ക് തന്നിട്ടുള്ള ഐ കെ കേക്കോട്ട് 1 to infinity എന്ന് പറയുന്നത്. ഈ എം സ്റ്റാർ ഓഫ് എ ഇൻഫീമം ആയതുകൊണ്ട് ഇതിൻ്റെ ഈ ഔട്ടർ കവർ ഈ കവറിൻ്റെ ഓരോ ഇൻ്റർവെൽസിൻ്റെയും ലെങ്ത്ത് എന്തായിരിക്കും? എം സ്റ്റാർ ഓഫ് എൻ്റെ സം എന്ന് പറയുന്നത് എം സ്റ്റാർ ഓഫ് എക്കാളും വലുതാവും അല്ലേ. ഇങ്ങനെയുള്ളതിൻ്റെ ഇൻഫീമാണ് ഇത്. ഓക്കെ, സോ എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to infinity ലെങ്ത് ഓഫ് ഐ കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്തതെന്ന് നോക്കിയേ. ഇത് പ്രൂവ് ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് പ്രൂവ് ചെയ്താൽ മതിയെങ്കിൽ എം സ്റ്റാർ ഓഫ് എ ഇപ്പോൾ കിട്ടിയത് എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഇവിടെ വരും സിഗ്മ 1 to infinity ലെങ്ത് ഓഫ് ഐ കെ. ഈ രണ്ട് ഇനീക്വാളിറ്റി കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ it is enough to show that this m star of a1 plus m star of a2 is less than or equal to sigma 1 to infinity l of ik, length of ik. ഇനി ഈ a1 a2 എന്നൊക്കെ പറയുന്നത് എ ഇൻ്റർസെക്ഷൻ സംതിങ് ആണല്ലേ. അതായത് a1ഉം എയുടെ സബ്സെറ്റാണ്, a2ഉം എയുടെ സബ്സെറ്റാണ്. അപ്പോൾ എയുടെ കവർ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ടും a1നെയും a2വിനെയും കവർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഐ കെ ഡാഷിനെ ഐ കെ ഇൻ്റർസെക്ഷൻ മൈനസ് ഇൻഫിനിറ്റി ടു എ എന്നും ഐ കെ ഡബിൾ ഡാഷിന് ഐ കെ ഇൻ്റർസെക്ഷൻ എ ഇൻഫിനിറ്റി എന്നും കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം എന്ത് വരും? ഐ കെ ഡാഷും ഐ കെ 1 ഡാഷും എന്ത് വരും? അത് രണ്ടും കൗണ്ടബിൾ ബൗണ്ടഡ് ഓപ്പൺ ഇൻ്റർവെൽസ് വിച്ച് കവേഴ്സ് a1 ആൻഡ് a2 റെസ്പെക്റ്റീവ്ലി എന്ന് വരും അല്ലേ. a1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ഇൻ്റർസെക്ഷൻ മൈനസ് ഇൻഫിനിറ്റി എ ആണ്. അപ്പോൾ എനെ കവർ ചെയ്യുന്നത് ഇൻ്റർസെക്ഷൻ മൈനസ് ഇൻഫിനിറ്റി ടു എ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് a1നെ കവർ ചെയ്യും. അതുപോലെ ഐ കെ ഡബിൾ ഡാഷ്. ഇനി ലെങ്ത് ഓഫ് ഐ കെ എന്താ വരിക? ലെങ്ത് ഓഫ് ഐ കെ ഡാഷ് പ്ലസ് ലെങ്ത് ഓഫ് ഐ കെ ഡബിൾ ഡാഷ് എന്ന് വരും. ഇനി അതൊക്കെ നമ്മളൊന്ന് അപ്ലൈ ചെയ്യാൻ പോവാണേ. അപ്പോൾ എം സ്റ്റാർ ഓഫ് a1 എന്ന് പറയുന്നത് a1നെ കവർ ചെയ്യുന്ന എല്ലാ ഓപ്പൺ കവറുകളും എടുത്ത് അതിൻ്റെ ഓരോ ഇൻ്റർവെല്ലുകളുടെ ലെങ്ത്ത് കണ്ട് അതിൻ്റെ സമ്മിൻ്റെ ഇൻഫീമം വാല്യൂ അല്ലേ. അങ്ങനെയുള്ള ഒരു ഓപ്പൺ കവറാണ് ഇവിടെ ഐ കെ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താവും? വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എൽ ഓഫ് ഐ കെ ഡാഷ്. ആൻഡ് a2ൻ്റെ കേസും സെയിം ആണ്. എം സ്റ്റാർ ഓഫ് a2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എൽ ഓഫ് ഐ കെ ഡബിൾ ഡാഷ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അത് പറഞ്ഞു അല്ലേ. ഞാൻ അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എം സ്റ്റാർ ഓഫ് a1 പ്ലസ് എം സ്റ്റാർ ഓഫ് a2 കൊടുത്തു. എം സ്റ്റാർ ഓഫ് a1 എന്ന് പറയുമ്പോൾ ഇത് സിഗ്മ എൽ ഓഫ് ഐ കെ ഡാഷ് പ്ലസ് സിഗ്മ എൽ ഓഫ് ഐ കെ ഡബിൾ ഡാഷ്. ആൻഡ് സെയിം നൊട്ടേഷനാണ് അല്ലേ, സമ്മേഷൻ. അപ്പോൾ സമ്മേഷൻ എൽ ഓഫ് ഐ കെ ഡാഷ് പ്ലസ് എൽ ഓഫ് ഐ കെ ഡബിൾ ഡാഷ് എന്ന് പറയാം. എൽ ഓഫ് ഐ കെ ഡാഷ് പ്ലസ് എൽ ഓഫ് ഐ കെ ഡബിൾ ഡാഷ് എന്താണ്? ലെങ്ത് ഓഫ് ഐ കെ. സോ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലേ ഇത് പ്രൂവ് ചെയ്താലും മതി എന്ന് പറഞ്ഞു. ഹെൻസ് വി പ്രൂവ്ഡ് ദാറ്റ് ഈസ് a open interval a infinity which opens at a is measurable. So ഇത് മെഷറബിൾ ആണ്. എല്ലാ മെഷറബിൾ സെറ്റും സിഗ്മ ആൾജിബ്രയാണ്. അപ്പോൾ സിഗ്മ ആൾജിബ്രയിൽ എ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ തരത്തിലുള്ള ഇൻ്റർവെല്ലും ആ സിഗ്മ ആൾജിബ്രയിൽ ഉണ്ട് എന്നാണ്. വിച്ച് മീൻസ് എവറി ഇൻ്റർവെൽ ഈസ് മെഷറബിൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ റിസൾട്ടുകളാണ്. ഇതൊരു പ്രോബ്ലം ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് എവറി ഓപ്പൺ സെറ്റ് ഈസ് മെഷറബിൾ. എന്തുകൊണ്ടാണ്? ഓപ്പൺ സെറ്റുകൾ, എവറി ഓപ്പൺ സെറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിസ്ജോയിൻ യൂണിയൻ ഓഫ് കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ്. എവറി ഓപ്പൺ സെറ്റ് ഇസ് എ ഡിസ്ജോയിൻ യൂണിയൻ ഓഫ് കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ. ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? എല്ലാ ഇൻ്റർവെല്ലും മെഷറബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഡിസ്ജോയിൻ യൂണിയൻ ഓഫ് കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് എന്താ? അത് മെഷറബിൾ ആണ്. അതായത് ഓപ്പൺ സെറ്റ് മെഷറബിൾ ആണ്. ഇതും ജസ്റ്റ് നിങ്ങൾ 1 വെയിറ്റേജ് ഒക്കെ ആണെങ്കിൽ ഈ തിയറത്തുകളുടെ, അതായത് പ്രൊപ്പോസിഷൻ 70, 80 ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. ഒരു 2 വെയിറ്റേജ് ഒക്കെ ആണെങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ പ്രൂഫും കൂടി കൊടുക്കണം കേട്ടോ. നൗ പ്രൂവ് ദാറ്റ് എവരി ക്ലോസ്ഡ് സെറ്റ് ഈസ് മെഷറബിൾ. അപ്പോൾ എങ്ങനെയാണ് പറയുക നമ്മൾ? ഇപ്പോൾ തൊട്ട് മുമ്പ് അതും മാർക്ക് അനുസരിച്ച് എഴുതാം. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു ഓപ്പൺ സെറ്റ് മെഷറബിൾ ആണെന്ന് പറഞ്ഞു. ക്ലോസ്ഡ് സെറ്റ് എന്താണ്? ഓപ്പൺ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഓപ്പൺ സെറ്റ് മെഷറബിൾ ആയതുകൊണ്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റ് മെഷറബിൾ ആണ്. അതായത് ക്ലോസ്ഡ് സെറ്റ് മെഷറബിൾ ആണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. കോംപ്ലിമെൻറ്റ് ഓഫ് എൻ ഓപ്പൺ സെറ്റ് മെഷറബിൾ. ക്ലോസ്ഡ് സെറ്റ് ഈസ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ഓപ്പൺ സെറ്റ്. എവരി ക്ലോസ്ഡ് സെറ്റ് ഈസ് മെഷറബിൾ. ഇനി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള 2 സെറ്റുകളാണ് ജി ഡെൽറ്റ സെറ്റും എഫ് സിഗ്മ സെറ്റും അല്ലേ. ജി ഡെൽറ്റ സെറ്റ് എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് സെറ്റ് ടു ബി ജി ഡെൽറ്റ സെറ്റ് ഇഫ് ഇറ്റ് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് countable collection of open sets.
അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാം? ജി ഡെൽറ്റ സെറ്റ് മെഷറബിൾ ആണെന്ന് പറയാം. എന്തുകൊണ്ടാണ്? ഓപ്പൺ സെറ്റൊക്കെ മെഷറബിൾ ആണ് അല്ലേ? ഓപ്പൺ സെറ്റ് മെഷറബിൾ ആണ്. മെഷറബിൾ സെറ്റിൻ്റെ കൗണ്ടബിൾ കളക്ഷന് ഇൻ്റർസെക്ഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതും മെഷറബിൾ ആയിരിക്കും. അതായത് ജി ഡെൽറ്റ സെറ്റ് മെഷറബിൾ ആണ്. അപ്പോൾ ജി ഡെൽറ്റ സെറ്റ് മെഷറബിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ജി ഡെൽറ്റ സെറ്റിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുക. ഓപ്പൺ സെറ്റിൻ്റെ മെഷറബിൾ ആയതുകൊണ്ട് ഇൻ്റർസെക്ഷൻ മെഷറബിൾ ആണ്. ഇതും മാർക്ക് അനുസരിച്ച് പ്രൂഫ് കൊടുക്കുക കേട്ടോ. എഫ് സിഗ്മ സെറ്റ്. Set of real numbers is said to be F sigma if it is the union of countable collection of closed set. അപ്പോൾ സിഗ്മ ആൾജിബ്രയിൽ നമ്മൾ പറഞ്ഞു യൂണിയൻ ഓഫ് കൗണ്ടബിൾ കളക്ഷൻ ആണെങ്കിലും ഇൻ്റർസെക്ഷൻ ഓഫ് കൗണ്ടബിൾ കളക്ഷൻ ആണെങ്കിലും മെഷറബിൾ ആണ്. ഐ മീൻസ് സിഗ്മ ആൾജിബ്രയിൽ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ ക്ലോസ്ഡ് സെറ്റ് മെഷറബിൾ ആണ്. അപ്പോൾ അതിൻ്റെ യൂണിയൻ ഓഫ് കൗണ്ടബിൾ കളക്ഷൻ ആണ് വരിക. ഹെൻസ് ഇറ്റ് ഈസ് എഫ് സിഗ്മ ഈസ് മെഷറബിൾ. അതും ഒരു പ്രോബ്ലം ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. Next, Borel sigma algebra and Borel sets. The intersection of all sigma algebras of subsets of R which contain open sets. ഇപ്പോൾ ഓപ്പൺ സെറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സിഗ്മ ഓൾജിബ്രകളുടെയും ഇൻ്റർസെക്ഷൻ അതിനെ പറയുന്നതാണ് ബോറൽ സിഗ്മ ഓൾജിബ്ര എന്ന് പറയുന്നത്. ഈ ബോറൽ സിഗ്മ ഓൾജിബ്രയിലെ മെമ്പേഴ്സിനെയാണ് ബോറൽ സെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൾജിബ്ര അറിയാം നിങ്ങൾക്ക്. ഒരു എലമെൻറ്റ് ഉണ്ടാണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് വേണം, 6 വേണം. അപ്പോൾ എന്താ വേണ്ടത്? ഫൈനൈറ്റ് യൂണിയൻ വേണം. ഡി മോർഗൻസ് ലോ അനുസരിച്ച് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓൾറെഡി അവിടെ വരും. പിന്നെ നമ്മൾ പഠിച്ചത് സിഗ്മ ഓൾജിബ്ര ആണ്. സിഗ്മ ഓൾജിബ്ര ഉണ്ടെങ്കിലും 6 വേണം. ഏത് എലമെൻറ്റ് എടുത്താലും അതിൻ്റെ കോംപ്ലിമെൻറ്റ് വേണം. കൗണ്ടബിൾ യൂണിയൻ വേണം. അത് ക്ലോസ്ഡ് ആയിരിക്കണം. കൗണ്ടബിൾ യൂണിയൻ ഉള്ളതുകൊണ്ട് ഡി മോർഗൻസ് ലോ അനുസരിച്ച് കൗണ്ടബിൾ ഇൻ്റർസെക്ഷനും വരും. അങ്ങനെയുള്ള എല്ലാ സിഗ്മ ആൾജിബ്രയും ഓപ്പൺ സെറ്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എല്ലാ സിഗ്മ ആൾജിബ്രയുടെയും ഇൻ്റർസെക്ഷൻ. അപ്പോൾ അതിനകത്ത് എന്തായാലും ഓപ്പൺ സെറ്റുകളെല്ലാം ഉണ്ടാവും അല്ലേ? ഓക്കെ, അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ബോറൽ സിഗ്മ ആൾജിബ്ര എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ഓപ്പൺ സെറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ അതിനകത്ത് ഓരോ ഇലമെൻറ്റ്സിനെയും നമ്മൾ പറയുന്ന പേരാണ് ബോറൽ സെറ്റ്സ്. പ്രൂവ് ദാറ്റ് എവരി ബോറൽ സെറ്റ് ഈസ് മെഷറബിൾ എന്ന് പറയാം അല്ലേ? ദ സിഗ്മ ആൾജിബ്ര ഈസ് കണ്ടെയ്ൻഡ് ഇൻ എവരി സിഗ്മ ആൾജിബ്ര ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ഓപ്പൺ സെറ്റ്സ്. Since the measurable sets are the sigma algebra containing all open sets, every Borel set is measurable. ഇതൊരു തിയറാണ്, പ്രൂഫായിട്ട് തന്നിട്ടില്ല. കാരണം നമ്മളിപ്പോൾ പഠിച്ചതെല്ലാം കൂടി തിയറത്തിനകത്ത് വരികയാണ്. ഓക്കെ, ദ കളക്ഷൻ എം സ്ക്രിപ്റ്റ് എം ഓഫ് മെഷറബിൾ സെറ്റ് ഈസ് എ സിഗ്മ algebra that contain the sigma algebra B of Borel sets. Each interval, അപ്പോൾ ഇൻ്റർവെൽ ഈസ് മെഷറബിൾ നമ്മളൊരു തിയറം പറഞ്ഞു. ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ്, ജി ഡെൽറ്റ സെറ്റ്, എഫ് സിഗ്മ സെറ്റ് ഈസ് മെഷറബിൾ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തൊരു തിയറാണിത്. ഓക്കെ, അപ്പോൾ ഫോർ വെയിറ്റേജ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ വേണമെങ്കിൽ അപ്പോൾ അതായത് എസ് എ ഒക്കെ ആയിട്ട് ചോദിക്കാവുന്ന തിയറാണ്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ റിസൾട്ട്സും കൊടുക്കുക കേട്ടോ. ദെൻ പ്രപ്പോസിഷൻ 10, ലാസ്റ്റ് ഈ സെക്ഷൻ്റെ ലാസ്റ്റ് തിയറാണ്. ദ ട്രാൻസ്ലേറ്റ് ഓഫ് എ മെഷറബിൾ സെറ്റ് ഈസ് മെഷറബിൾ. അതായത് എ മെഷറബിൾ ആണെങ്കിൽ എ പ്ലസ് വൈ മെഷറബിൾ ആണ്, അല്ലെങ്കിൽ ഇ മെഷറബിൾ ആണെങ്കിൽ ഇ പ്ലസ് വൈ മെഷറബിൾ ആണ്. അതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് വി ആർ കൺസിഡറിങ് എ മെഷറബിൾ സെറ്റ് ഇ. മെഷറബിൾ സെറ്റ് പറയും, മെഷറബിളിൻ്റെ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് ഈസ് എനി സെറ്റ് എന്ന് വേണം അല്ലേ? അപ്പോൾ എ ബി എനി സെറ്റ്. പിന്നെ എന്താണ് ട്രാൻസ്ലേഷൻ ഓഫ് എന്നാണ് പറയണത്. ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്ലസ് ഒരു നമ്പർ വേണം. അതിന് ഞാൻ വൈ ആയിട്ട് ഡിനോട്ട് ചെയ്തു. വൈ ബി എനി റിയൽ നമ്പർ. Then by measurability of E and the translation invariance of outer measure, we have m star of A is equal to m star of A plus y. Outer measure is translational invariant. ഈ മൈനസ് നോക്കണ്ട കേട്ടോ, പ്ലസ് മൈനസ് വൈ എന്ന് വേണമെങ്കിലും എഴുതാം നമുക്ക് അല്ലേ? അതായത് എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ പ്ലസ് വൈ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ഔട്ടർ മെഷർ ഈസ് ട്രാൻസ്ലേഷൻ ഇൻവേരിയൻ. അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞു. വിച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? ഈ മെഷറബിൾ എന്ന് എടുത്തു. ഈ മെഷറബിൾ ആണെങ്കിൽ എനി സെറ്റ് എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻ്റ് എന്നാണ് അല്ലേ? എനി സെറ്റാണ്. ഈ എനി സെറ്റായിട്ട് ഇപ്പോൾ എന്താ ഇൻ്റർസെറ്റിൻ്റെ അവിടെ ഉള്ളത്? എ മൈനസ് വൈ ആണ്. അതായത് എം സ്റ്റാർ ഓഫ് എ മൈനസ് വൈ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എം സ്റ്റാർ ഓഫ് എ മൈനസ് വൈ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ്. നൗ ദിസ് ഈസ് നത്തിങ് ബട്ട് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് വൈ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് വൈ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ കിട്ടിയത് എന്താ നോക്കിയേ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതായത് എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു എനി സെറ്റ് എ, എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് വൈ
അല്ലേ? പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് വൈ കോംപ്ലിമെൻറ്റ്, അതായത് ഇ പ്ലസ് വൈ എന്ന് പറയുന്നത് മെഷറബിൾ ആണ്. ഓക്കെ, താങ്ക് യു.